നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഹെൽത്ത് വെൽഫെയർ സ്കീംസ് ഓഫ് കേരള. കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർവകലാശാലയുടെ കാർഷിക പദ്ധതി ഹരിതാലയം. വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ദം. മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ചിരി പദ്ധതി. ഭിന്നശേഷിയുള്ളവർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കുന്നതിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ബട്ടർഫ്ലൈസ്. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ തോട്ടങ്ങളിലേക്ക് നീങ്ങാം. ഏത് രോഗത്തിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം ജില്ലയിൽ ബ്രേക്ക് ദ സൈക്കിൾ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഡെങ്കിപ്പനി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രമായി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിൻ്റെ അംഗീകാരം ലഭിച്ചത് നെയ്യാർഡാം കള്ളിക്കാട് ന്യൂ പ്രാഥമികാരോഗ്യ കേന്ദ്രം, തിരുവനന്തപുരം. കേരള ന്യൂട്രീഷൻ റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനായുള്ള കൃഷി വകുപ്പിൻ്റെ പുതിയ പദ്ധതി ജീവനി. മുദ്രാവാക്യം നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യം പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി ശ്രവണ സൗഹൃദ കേരളം. സംസ്ഥാന വിമുക്തി സെല്ലുമായി സഹകരിച്ച് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, BHSE, നാഷണൽ സർവീസ് സ്കീം എന്നിവർ സംഘടിപ്പിച്ച സൈക്ലത്തോൺ ശരിയോരം. കേന്ദ്ര സർക്കാരിൻ്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രം കേരളത്തിൽ ഏത് പേരിലാണ് നടപ്പിലാക്കുന്നത്? അമ്മയും കുഞ്ഞും. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതി മാതൃയാനം. കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി ജനനി ജന്മരക്ഷ. കേരളത്തിലെ കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ചിസ്. നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറി കാരുണ്യ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നിവ മൂലം അവശതയനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനു വേണ്ടി കേരള സർക്കാർ രൂപീകരിച്ച ഫണ്ട് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം മുതലായ രോഗങ്ങൾ ഉള്ളവർക്ക് കേരള സർക്കാർ നൽകുന്ന പ്രത്യേക ചികിത്സാ പദ്ധതി ചിസ് പ്ലസ്. ചിസ് പ്ലസ് പദ്ധതിയിലൂടെ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം മുതലായ മാരക രോഗങ്ങൾ ഉള്ളവർക്ക് ലഭിക്കുന്ന ധനസഹായ തുക 70,000 രൂപ. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്നവരുടെ സുരക്ഷയ്ക്ക് സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ച പദ്ധതി കെയർ എയ്ഡ്സ് ആൻഡ് റിലീഫ് ഫോർ എൽഡേഴ്സ്. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, തീവ്ര മാനസിക രോഗങ്ങൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകുന്നതിനു വേണ്ടിയുള്ള സർക്കാർ പദ്ധതി കനിവ്. കേരളത്തിലെ നഗര ചേരിക്കുള്ളിലെ ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഉഷസ്. ശയ്യാലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ അവതരിപ്പിച്ച പദ്ധതി ആശ്വാസകിരണം 2010. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ആരോഗ്യ കിരണം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ആയുർദളം. കേരള സർക്കാർ ആയുർവേദ, യുനാനി, ഹോമിയോ സംയോജിത പദ്ധതി ആയുഷ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോമിത്രം. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി വയോ അമൃതം.
പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി വയോമധുരം. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലനവൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽചെയർ പദ്ധതി ശുഭയാത്ര. ബധിരരായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ശ്രുതിതരംഗം. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി ധ്വനി. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോരം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതി സമാശ്വാസം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി താലോലം. 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ഹൃദ്യം. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി മഴവില്ല്. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന കേരള സർക്കാർ ജാഗ്രതാ യജ്ഞം ആരോഗ്യ ജാഗ്രത. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ബാലമുകുളം. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സഹിതം. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി വിമുക്തി. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ന്യൂമോണിയ വാക്സിൻ ന്യൂറോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് വികസിപ്പിച്ചത്. ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി തൃശൂർ ജില്ല ആരംഭിച്ച പദ്ധതി അതിജീവനം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി തൂവാല വിപ്ലവം. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള സർക്കാർ പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന സർക്കാർ പദ്ധതി അമൃതം ആരോഗ്യം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്നേഹപൂർവം പദ്ധതി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ജീവനി. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആർദ്രം മിഷൻ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പ് പദ്ധതി മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കുള്ള പുനരധിവാസ കേന്ദ്രം പുനർജ്യോതി. വയോജനങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആയുർവേദ വകുപ്പ് ആരംഭിച്ച പദ്ധതി സുഖായുഷ്യം. കോവിഡ് പദ്ധതികൾ. COVID-19 രോഗവ്യാപനം തടയാൻ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതി ബ്രേക്ക് ദ ചെയിൻ. കേന്ദ്ര സർക്കാർ ലോക്ക്ഡൗൺ ഭാഗികമായി പിൻവലിച്ച സമയത്ത് കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ്റെ 2ാം ഘട്ടം തുടരണം ഈ കരുതൽ. COVID-19 പ്രതിരോധിക്കാൻ മാസ്ക് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ക്യാമ്പയിൻ മാസ്ക് ഇൻ ദ മാസ്ക്. ലോക്ക്ഡൗൺ കാലയളവിൽ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം. ലോക്ക്ഡൗൺ കാലയളവിൽ ജനങ്ങൾക്ക് ലഘുവ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതി സ്വാസ്ഥ്യം. ലോക്ക്ഡൗൺ കാലയളവിൽ ആവശ്യമരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി സഞ്ജീവനി.
COVID-19 ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭിക്കുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറം. കോവിഡ് രോഗികൾക്ക് ആശുപത്രികൾ, വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഫ്രം ഹോം. ടാറ്റ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ കേരളത്തിൽ ചൈനീസ് മാതൃകയിൽ കോവിഡ് ആശുപത്രി സ്ഥാപിതമായ സ്ഥലം തെക്കിൽ, കാസർഗോഡ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം PHC. അടിസ്ഥാനപരമായ ആരോഗ്യ സംരക്ഷണം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനം. ഇന്ത്യയിൽ പ്രാഥമിക ആരോഗ്യം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച കമ്മിറ്റി കമ്മിറ്റി വർഷം 1946. രോഗചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും മുൻതൂക്കം നൽകി ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കടുത്ത് ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കുക എന്നതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ: ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, കുടുംബാസൂത്രണം, ശുദ്ധജല വിതരണം, ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ്, ആരോഗ്യ ബോധവൽക്കരണം, ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനം, അടിസ്ഥാന ലബോറട്ടറി സംവിധാനം. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ: ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ധ്വനി. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്ര. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ ആണ്. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച ശുഭയാത്ര പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസഡർ മോഹൻലാൽ ആണ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടി. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലനവൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽചെയർ പദ്ധതിയാണ് ശുഭയാത്ര. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരകരോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. ലഹരി മരുന്നുകൾക്കെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും കേരള പോലീസും സംഘടിപ്പിച്ച പ്രചരണ പരിപാടിയാണ് S2 ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. കേരള സർക്കാർ ആരംഭിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. സ്കൂൾ കുട്ടികൾക്കു വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസ കിരണം. കാരുണ്യ ബെലവലന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് 2012 ഫെബ്രുവരി 26-നാണ്.
ഉദ്ഘാടകൻ AK ആന്റണി. പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം 2 ലക്ഷം രൂപയാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് എല്ലാ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ്. പദ്ധതിക്ക് വേണ്ട പണം സ്വരൂപിക്കുന്നത് കാരുണ്യ ഭാഗ്യക്കുറിയിലൂടെയാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം. റോഡ് അപകടങ്ങൾ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. സീംലെസ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജീവനി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ന്യൂട്രീഷൻ പോഷൻ അഭിമാന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പുനർജ്യോതി. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെയും ഓണേറ്റ് ഇന്ത്യ UK-യുടെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നയനാമൃതം. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ് ഗ്രാമം. ആരംഭിക്കുന്ന ജില്ല മലപ്പുറം. ആയുർവേദ സമ്പ്രദായമനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെപ്പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. മാസത്തിൽ 1 തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. സഞ്ജീവനി. കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് സൗജന്യമായി ഡോക്ടറെ കണ്ട് ചികിത്സ തേടാനാണ് പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാന സർക്കാർ തുടക്കമിട്ട ടെലിമെഡിസിൻ പദ്ധതിയാണ് സഞ്ജീവനി. രാജ്യത്ത് 2ാം സ്ഥാനത്തുള്ള ടെലിമെഡിസിൻ സംവിധാനമാണ് സഞ്ജീവനി. രാജ്യത്ത് 1ാം സ്ഥാനത്തുള്ള ടെലിമെഡിസിൻ സംവിധാനമാണ് ആന്ധ്രാപ്രദേശ് ടെലിമെഡിസിൻ സംവിധാനം. സാധാരണ രോഗങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള ഓൺലൈൻ OP സേവനം ലഭ്യമാണ്. സഞ്ജീവനി ടെലിമെഡിസിൻ പദ്ധതിയുടെ പ്രവർത്തന സമയം എല്ലാ ദിവസവും രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ്. യാത്രയ്ക്കിടെ അപകടത്തിൽ പെടുന്നവർക്കും മറ്റു ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ഉടനടി ആശുപത്രികൾ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ തുടങ്ങിയ കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. ഇന്ത്യയിൽ ആദ്യ ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിച്ച വർഷം 2000 ആണ്.
ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭമാണ് സെഹത്. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റലാണ്. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പിലായവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കനിവ്. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. ബ്രാൻഡ് അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. COVID-19 വൈറസ് വ്യാപനത്തിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുഖായുഷ്യം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ, ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രോക്സി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. വൈദ്യശാസ്ത്ര രംഗത്തെ അതികായർ. മസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ. ആദ്യത്തെ കോളറ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ലൂയി പാസ്ചർ. സ്പ്രെറ്റോമൈസിൻ കണ്ടെത്തിയത് സെൽമാൻ വാക്സ്മാൻ. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് 1928. ഇൻസുലിൻ കണ്ടെത്തിയത് ഫെഡറിക് ബാന്റിംഗ് ചാൾസ് ബെസ്റ്റ്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് ഇ സാൽക്ക്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് ബ്രൂസ് സാബിൻ. ക്ഷയരോഗാണുക്കളെ കണ്ടെത്തിയത് റോബർട്ട് കോച്ച്. രക്തഗ്രൂപ്പുകൾ, RH ഫാക്ടർ എന്നിവ കണ്ടെത്തിയത് കാൾ ലാൻഡ് സ്റ്റെനർ. മലേറിയയ്ക്ക് കാരണമാകുന്ന രോഗാണുക്കളെ കണ്ടെത്തിയ ഫിഷങ്കരൻ റൊണാൾഡ് റോസ്. രക്തനിവേശ മാർഗങ്ങൾ അവലംബിച്ച ഫിഷങ്കരൻ ജെയിംസ് ബ്ലണ്ടർ. ECG കണ്ടെത്തിയത് വില്യം ഐൻതോവൻ. EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജർ. കൃത്രിമ ജീൻ കണ്ടെത്തിയതിന് നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജൻ ഹർഗോവിന്ദ് ഖുരാന. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.